അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ 3-ാമത്തെ സെഷനിലെ 5-ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ മുത്തഫിഫീനിലെ 14-15 വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ആദ്യമായി 14-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം നോക്കാം. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു. അഥവാ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചെയ്തികൾ അത് അവരുടെ ഹൃദയങ്ങളിൽ കറയുണ്ടാക്കുവാൻ കാരണമാക്കിയിരിക്കുന്നു എന്നാണ്. അതൊരു കറയായി അവരുടെ ഹൃദയങ്ങളിലുണ്ട് എന്നർത്ഥം. വാക്കർത്ഥങ്ങൾ നോക്കാം. കല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുമ്പ് പഠിച്ചതാണ്. അങ്ങനെയല്ല അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ അർത്ഥമാണ് അതിന് വരിക. സന്ദർഭത്തിനനുസരിച്ച് മലയാളത്തിൽ മറ്റു പദങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ബൽ എന്ന് പറഞ്ഞാൽ പക്ഷേ അല്ലെങ്കിൽ എന്നാലും. റാന എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയാപദമാണ്. അതിൻ്റെ അർത്ഥം കറ പിടിച്ചിരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ ഫിഅല് മുദാരി ആയിട്ട് വരാറുള്ളത് യരീനു എന്നാണ്. അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, മാകാനു അവർ ആയിരുന്നത്, യക്സിബൂൻ എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചുണ്ടാക്കുന്നു. അപ്പോൾ അവർ പ്രവർത്തിച്ചുണ്ടാക്കിയിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു എന്നാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഒരു കറയായി അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്നർത്ഥം. ഇനി നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ആദ്യമായി ഇമാം തബരി റഹ്മഹുല്ല ചർച്ച ചെയ്ത കാര്യങ്ങൾ നോക്കാം. അദ്ദേഹം പറയുകയാണ്, യഖൂലു തആല ദിക്റുഹു മുകദ്ദിബൻ ലഹും ഫീ ഖീലിഹിം ദാലിക. അഥവാ കുഫാറുകളായുള്ള ആളുകളുടെ സംസാരങ്ങൾ തൊട്ട് മുമ്പായിക്കൊണ്ട് നമ്മൾ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചതായിക്കൊണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ കറയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. വചനത്തെ വിശദീകരിക്കുകയാണെങ്കിൽ, കല്ല എന്ന് പറഞ്ഞാൽ മദാലിക കദാലിക്, ആ കാര്യം അങ്ങനെയല്ല അല്ലെങ്കിൽ അപ്രകാരമല്ല ആ വിഷയമുള്ളത്. വലാകിന്നഹു എന്നാൽ അത് റാന അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളെ അത് കറ പിടിച്ചിരിക്കുന്നു എന്നാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ആ ഹൃദയങ്ങളിൽ കറയുള്ളതാക്കിയിരിക്കുന്നു. യഖൂലു അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ, ഗലബ അലാ ഖുലൂബിഹിം വഗമറഹ വഅഹാതത് ബിഹാ അദ്ദുനൂബ്. പാപങ്ങൾ അവരുടെ ഹൃദയങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ പാപങ്ങൾ കുടിയേറിയിരിക്കുന്നു. ഫഗത്തത്ഹ ആ പാപങ്ങൾ അതിനെ മൂടിക്കളയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹൃദയം മുഴുക്കെ അത് പാപങ്ങളുടെ കറ അത് വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഒരു പദം റാന എന്ന പദം മറ്റു രീതിയിലും ഉപയോഗിക്കാറുണ്ട്. അഥവാ യുഖാലു മിൻഹു ആ ഒരു പദം വെച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരിക്കുകയാണെങ്കിൽ, റാനത്തിൽ ഖംറു അലാ അഖ്ലിഹി. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാം, ഒരു മദ്യപാനിയായ വ്യക്തിയെ സംബന്ധിച്ച് പറയാണ്, ആ വ്യക്തിയുടെ ബുദ്ധി അത് മദ്യം അതിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബുദ്ധിയെ മദ്യം മൂടിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ മദ്യത്തിൻ്റെ കറ അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ബുദ്ധിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ആ ഒരു പദം പ്രയോഗിക്കാറുണ്ട്. വഹിയ തെരീനു അലൈഹിറൈനൻ അതൊരു കറയായിക്കൊണ്ട് അവൻ്റെ ബുദ്ധിയിൽ പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ലഹരി കാരണത്താൽ അവൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുകയില്ല, പ്രവർത്തിക്കുകയില്ല എന്നാണ്. വദാലിക ഇദാ സക്കറ കാരണം അവൻ മദ്യപാനിയായി ലഹരി ബാധിച്ചവനായി മാറിയിരിക്കുന്നു. അപ്പോൾ അതേ രീതിയിലാണ് ഈ ഒരു പദം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മ്ലേച്ഛമായുള്ള പ്രവർത്തനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി ഒരിക്കലും തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയില്ല. അവരുടെ ബുദ്ധിയെ അവരുടെ ഈ പ്രവർത്തനങ്ങൾ മൂടിക്കളയുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അത് ചിന്തിക്കുവാനുള്ള ശേഷി അപ്പോൾ അവർക്ക് ലഭിക്കുകയും ഇല്ല എന്നാണ്. ഇനി ആധുനിക പണ്ഡിതനായ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കല്ല എന്ന് പറഞ്ഞു. അഥവാ തൊട്ട് മുമ്പത്തെ വചനത്തിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ, കുഫാറുകളുടെ സംസാരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പത്തെ വചനത്തിലായിക്കൊണ്ട് പറഞ്ഞിരുന്നു, ഖാല ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ.
നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയും, ഇതെല്ലാം തന്നെ മുൻകാലക്കാരുടെ പുരാണങ്ങളാണ്, ഐതിഹ്യങ്ങളാണ് എന്നവർ പറഞ്ഞതിനെ തള്ളിക്കളയുമെന്നാണ്. അപ്പോൾ അതിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ കല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൈസത്ത് അസാത്തിറുൽ അവ്വലീൻ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും അസാത്തിറുൽ അവ്വലീൻ അല്ല, മുൻകാലക്കാരുടെ പുരാണ കഥകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഴങ്കഥകളോ ഒന്നും തന്നെയല്ല. വലാക്കിൻ, പക്ഷേ എന്നാൽ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്താക്കിയിരിക്കുകയാണ്, കറ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കത് പഴങ്കഥകളായി തോന്നും, അത് ഒരു വേദവാക്യമായി അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇജ്തമഅ അലൈഹ വ ഹജബഹ അനിൽ ഹഖ്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവരുടെ ഹൃദയങ്ങളിൽ കൂടുകയും അവരുടെ പാപങ്ങളുടെ കറ ആ ഹൃദയത്തെ മൂടിക്കളയുകയും ചെയ്തു, സത്യത്തെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുകയില്ല എന്നാണ്. മാകാനു യക്സിബൂൻ എന്ന് പറഞ്ഞാൽ മിനൽ അഅ്മാലി സയ്യിആത്ത്, അവർ സമ്പാദിച്ചുണ്ടാക്കിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തതായുള്ള മ്ലേച്ഛതകളാണ്, അല്ലെങ്കിൽ തെറ്റായുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അന്നൽ അഅ്മാലി സയ്യിആത്ത് തഹൂലു ബൈനൽ മർഇ വ ബൈനൽ ഹുദ, അത്തരത്തിലുള്ള മ്ലേച്ഛമായുള്ള പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നന്മയിലേക്കുള്ള വഴികളിൽ നിന്നും ആ വ്യക്തിയെ അത് തടഞ്ഞു നിർത്തുമെന്നാണ്. അപ്പോൾ ഒരു ഹറാമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുൻകറായിട്ടുള്ള അരുതാത്തൊരു കാര്യം ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്നത് പോലെയല്ല അത് തുടർത്തി ചെയ്യുന്നത്. അറിയാതെ ചെയ്ത് അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുന്നത് സ്വാഭാവികമാണ്, അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അത് അറിഞ്ഞുകൊണ്ട്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ കാലെടുത്ത് വെച്ചാൽ സ്വാഭാവികമായും അത് നന്മകളിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുവാൻ കാരണമാകുമെന്നാണ്. അതേപോലെ തന്നെ നന്മകളിൽ മുന്നേറുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലേക്കുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുമെന്നാണ്. ഈ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദിലെ 17-ാമത്തെ വചനം നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ വ ആതാഹും തഖ്വാഹും, അഥവാ സന്മാർഗസിദ്ധികളായുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹുദ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്, സന്മാർഗം അവരിൽ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. വ ആതാഹും തഖ്വാഹും, അവർക്ക് വേണ്ട തഖ്വ, സൂക്ഷ്മത, അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ നേരെ മഫ്ഹൂം മുഖാലഫ എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ വിപരീതാർത്ഥം എടുക്കുകയാണെങ്കിൽ, തിന്മകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മകളിലേക്കുള്ള വഴികൾ അല്ലാഹു അവരിൽ നിന്നും മറച്ചു വെക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫമൻ ഇഹ്തദ ബിഹുദല്ലാ, അള്ളാഹുവിൻ്റെ ഹുദയിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സന്മാർഗത്തിലൂടെ അവർ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, വത്തബഅ മാ അമറല്ലാഹു ബി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പിൻപറ്റുകയും അത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, വതറക മാ നഹല്ലാഹു അൻഹു, അള്ളാഹു നിരോധിച്ചതായുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും വെടിയുകയുമാണ് എങ്കിൽ, വസദ്ദഖ ബിമാ അഖ്ബറല്ലാഹു ബി, അള്ളാഹു അറിയിച്ചു തന്നതായുള്ള കാര്യങ്ങളിൽ അത് സത്യപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ, വഫഅല മിസ്ല ദാലിക ഫീമാ ജാഅ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പ്രവാചകർ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന പറഞ്ഞു തന്നതായുള്ള കാര്യങ്ങളിലെല്ലാം സത്തുകയാണ് എങ്കിൽ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ, തീർച്ചയായും ഫലാ ശക്ക അന്ന ഖൽബഹു യസ്തനീർ, അവന്റെ ഹൃദയം പ്രകാശപൂരിതമായിരിക്കും. അന്നഹു യറൽ ഹഖ്ക ഹഖ്ക, സത്യം സത്യമായി തിരിച്ചറിയുവാൻ അവന് കഴിയുന്നതാണ്. വയറൽ ബാത്തില ബാത്തില, നിരർത്ഥകമായുള്ള കാര്യങ്ങൾ അത് തീർത്തും തെറ്റാണ്, നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കുവാനും അവന് കഴിയും. വയുഅദ്ദിമ ആയാത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അതിനെ പവിത്രമാക്കുവാൻ അവന് സാധിക്കും. വയറ അന്നഹ ഫൗക കുല്ലി കലാം, അള്ളാഹുവിൻ്റെ കലാമ് എല്ലാ സംസാരങ്ങൾക്കും മീതയാണ് എന്ന തിരിച്ചറിവും അവനുണ്ടായിരിക്കും. വ അന്ന ഹദിയ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗക കുല്ലി ഹദിയൻ, എല്ലാകളെക്കാളും ഉത്തമമായ ചര്യ അത് പ്രവാചകരുടെ ചര്യയാണ് എന്നും അവന് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ്. ഹാദാ മൻ അനാർ അല്ലാഹു ഖൽബഹു ബിൽ ഈമാൻ, ഇതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട് പ്രകാശം നൽകിയ ഹൃദയങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ അതിൻ്റെ നേരെ വിപരീതം എടുക്കുകയാണെങ്കിൽ, ഈ വചനത്തിൽ പറഞ്ഞതുപോലെ അമ്മാ വൽ ഇയാദു ബില്ലാ മൻ തലത്തഖ ഖൽബഹു ബി അർജാസിൽ മആസി, തിന്മകൾ കൊണ്ട് തൻ്റെ ഹൃദയത്തെ മലിനമാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹു ലാ യറാ ഹാദിഹിൽ ആയാത്ത് ഹഖ്ക,
ഈ വചനങ്ങളെല്ലാം തന്നെ സത്യമായതായ രീതിയിൽ മനസ്സിലാക്കുവാൻ അവന് സാധിക്കുകയില്ല. അത് പാരായണം ചെയ്യുമ്പോഴും അവന്റെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. ബല്ല യറാഹ ഇല്ല അസാത്തിറുൽ അവ്വലീൻ, മറിച്ച് അത് അസാത്തിറുൽ അവ്വലീൻ ആയിക്കൊണ്ടും അത് കെട്ടുകഥകളും പുരാണ കഥകളും പഴങ്കഥകളും ഒക്കെ ആയിക്കൊണ്ട് അതിനെ മാറ്റുവാനും അവന് തോന്നിയേക്കാം. കമാ ഫി ഹാദിഹിൽ ആയ, ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതുപോലെ. അത് മക്കയിലെ ഖുറൈശികൾ സംസാരിച്ചതുപോലെ അത് അസാത്തിറുൽ അവ്വലീനാണ്. അത് കേവലം കേട്ടിരിക്കാൻ മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അതങ്ങനെ കേട്ടൊഴിവാക്കേണ്ടതാണ്, അത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതല്ല, അതിനുവേണ്ടി സമയം ചിലവഴിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സുകളിൽ തോന്നലുകൾ ഉണ്ടാകുമെന്നാണ്. അപ്പൊ അതിന്റെ കാരണം മനസ്സിൽ ഈമാൻ ഇല്ല എന്നത് തന്നെയാണ്. അപ്പൊ അതുണ്ടാക്കിയെടുക്കാനുള്ള മാർഗമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇനി ആ ശേഷം ഈ വചനത്തിന്റെ അവസാനമായി കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നടത്തുന്ന ചർച്ച ബൽ എന്നതിന്റെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അഥവാ അവിടെ ും അതിന്റെ മുകളിലായിക്കൊണ്ട് ഒരു സക്ത, ഒരു സീൻ നൽകിയതായി കാണാൻ കഴിയും. അത് അവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയാണ്, അഥവാ താൽക്കാലികം ഒന്ന് നിർത്തി ഓതാൻ വേണ്ടിയാണ് ആ അടയാളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വ്യത്യസ്ത ഖിറാഅത്തുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചില ഖിറാഅത്തുകളിൽ അവിടെ സക്ത പറയുന്നതായിക്കൊണ്ടും ചില ഖിറാഅത്തുകളിൽ സക്ത ഇല്ലാത്തതായിക്കൊണ്ടും കാണാൻ കഴിയും. സ്വാഭാവികമായും ഖുർആൻ ഓതുമ്പോൾ നമുക്ക് സംശയം വന്നേക്കാം. ഫയജൂസു ത്തിൽ അദ്ദേഹം പറയുകയാണ്, ഫയജൂസു അലാ ഹാദാ അൻ തഖൂല കല്ലാ ബർറാന. അപ്പോൾ അവിടെ വഖഫ് ചെയ്യാതെ സക്ത ഇല്ലാതെ കല്ലാ ബർറാന എന്ന് ഓതാൻ അനുവദനീയമാണ്. അതേപോലെ തന്നെ വയജൂസു അൻ തഖൂല കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അങ്ങനെയും ഓതാം. അവിടെ സക്ത ചെയ്തുകൊണ്ട് ബൽ എന്ന് ശ്വാസം വിടാതെ ഒന്ന് നിർത്തിപ്പിടിച്ചുകൊണ്ട് ഓതുകയും ചെയ്യാം. രണ്ടും അനുവദനീയമാണ്. അതിന്റെ ആശയത്തെയോ അർത്ഥത്തെയോ മാറ്റം വരുത്തുന്നില്ല എന്നതിനാൽ രണ്ട് രീതിയിലും ഖിറാഅത്ത് നടത്താം. അഥവാ നീ നിർത്തി ഓതുകയാണെങ്കിലും നിർത്താതെ ഓതുകയാണെങ്കിലും രണ്ടും അർത്ഥത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് രണ്ട് രീതിയിലും ഖിറാഅത്ത് നടത്താം എന്ന് പറഞ്ഞ് ആ ചർച്ച അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കതിന് ശേഷം അദ്വാ ഉൽ ബയാനിൽ ഇമാം ഷൻഖീത്തി റഹ്മഹുല്ല പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഖൗലുഹു തആല, അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖൗല്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഈ വചനത്തിൽ റാന എന്ന പദം ബിമഅന ഗത്ത കമാ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നതുപോലെ ഗത്ത മൂടുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. മൂടുക അല്ലെങ്കിൽ കറയുള്ളതാവുക എന്നൊക്കെ അർത്ഥമാണ്. കറ എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത പ്രതലത്തിൽ കറ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വെളുപ്പിനെ മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് അതിന്റെ ആശയം വരുന്നത്. അത് ഒരു ഹദീസിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രയോഗം വന്നതായി കാണാൻ കഴിയും. അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ആ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അസ്നബൽ അബ്ദു നുകിത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. അഥവാ ഒരു അടിമ ഒരു തിന്മ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. ധാരാളം തിന്മകൾ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിറയെ കറുത്ത പുള്ളികൾ വീണുകൊണ്ടേയിരിക്കും, കറ വീണുകൊണ്ടേയിരിക്കും. ഹത്താ യുഗത്തിയഹു, അങ്ങനെ ആ ഹൃദയം മുഴുക്കെ കറുപ്പ് പുള്ളിയാവുകയും ഹൃദയം കാണാൻ കഴിയാത്ത വിധം അത് കറുത്തു പോവുകയും ചെയ്യുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ധാരാളം തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ കറ വീഴ്ത്തുവാൻ കാരണമാകുമെന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഒരു കവിയുടെ ശകലം കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. വകംറാന മിൻ ദംബിൻ അലാ ഖൽബി ഫാജിരി, അഥവാ എത്ര തെമ്മാടികളുടെ ഹൃദയങ്ങളാണ് കറകൾ വീണു പോയിട്ടുള്ളത്, പാപങ്ങളാൽ കറകൾ വീണു പോയിട്ടുള്ളത്. ഫതാബ മിന ദംബില്ലദീ റാന ഫഞ്ചല, അങ്ങനെ ആ തെമ്മാടികൾ ഫാജിറായിരുന്ന വ്യക്തികൾ തൗബ ചെയ്ത് മടങ്ങുകയും ആ പാപങ്ങളിൽ നിന്നും അവർ പാപമുക്തരാവുകയും പിന്നീട് ആ കറ പുരണ്ട ഹൃദയം അത് വെളുത്തതായി മാറുകയും ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പാപങ്ങൾ ചെയ്യുമ്പോൾ കറുപ്പ് പുള്ളി വീഴുമെന്നും അത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ആ പാപത്തിലേക്ക് ഞാൻ പോകില്ല എന്ന തീരുമാനമെടുത്ത് ആ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ സ്വാഭാവികമായും അത് ആ പുള്ളി മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കതിന് ശേഷം 15-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ആയതിൻ്റെ അർത്ഥം, വേണ്ട, തീർച്ചയായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ. കല്ലാ എന്ന് പറഞ്ഞാൽ വേണ്ട, ഇന്നഹും തീർച്ചയായും അവർ, അൻ റബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ നിന്ന്, യൗമഇദിൻ അന്നേ ദിവസം, ലമഹ്ജൂബൂൻ മറയിടപ്പെടുന്നവരായിരിക്കും.
ഇമാം തബരി റഹ്മഹുല്ല പറയുന്നതായിട്ട് കാണാം, യഖൂലു തആല ദിക്റുഹുൽ അംറു കമാ യഖൂലു ഹൗലാഇൽ മുകദ്ദിബൂന ബിയൗമിദ്ദീൻ. അന്ത്യനാളിനെ സംബന്ധിച്ച് ഈ കളവാക്കുന്ന ആളുകൾ പറഞ്ഞു നടക്കുന്നത് പോലെയല്ല അതിന്റെ വാസ്തവമുള്ളത്. അഥവാ മിൻ അന്ന ലഹും ഇൻദല്ലാഹി സുൽഫ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ അവർക്ക് ചില സാമീപ്യമുണ്ട് എന്നവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് തീർത്തും തെറ്റാണ്, അത് കള്ളമാണ്. മറിച്ച് ഇന്നഹും യൗമഇദിൻ അൻ റബ്ബിഹിം ലമഹ്ജൂബൂൻ, അന്നേ ദിവസം റബ്ബിൽ നിന്നും അവർ മഹ്ജൂബീങ്ങളായിരിക്കും, മറയിടപ്പെടുന്നവരായിരിക്കും. ഫലാ യറൗനഹു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുവാൻ സാധിക്കുകയില്ല. വലാ യറൗന ശൈഅൻ മിൻ കറാമതിഹി യസിലു ഇലൈഹിം, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു ആദരവും അല്ലെങ്കിൽ ഒരു നിഅമത്തും അവരിലേക്ക് വന്നു ചേരുകയും ഇല്ല, അങ്ങനെ അവർക്ക് വന്നു കിട്ടുകയും ഇല്ല എന്നാണ്. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നു, വഖൗലുഹു കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ എന്ന് പറഞ്ഞാൽ ഐ ലഹും യൗമൽ ഖിയാമത്തി മൻസിലുൻ വനുസുലുൻ സിജ്ജീൻ. അഥവാ ഇത്തരത്തിൽ അന്ത്യനാളിനെ നിഷേധിച്ച് നടക്കുന്ന, വിശുദ്ധ ഖുർആനിനെ നിഷേധിച്ച് നടക്കുന്ന അസാത്തിറുൽ അവ്വലീനാണ് എന്ന് വാദം ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്ക് ഖിയാമത്ത് നാളിൽ ഒരു നുസുലുണ്ടായിരിക്കും. തൊട്ടു മുമ്പത്തെ വചനങ്ങളിലായിക്കൊണ്ട് വിശദീകരിച്ച പോലെ സിജ്ജീൻ എന്നു പേരുള്ള ഒരു സങ്കേതം അവർക്കുണ്ടായിരിക്കും എന്നാണ്. മാത്രമല്ല അവർ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ സുമ്മഹും യൗമൽ ഖിയാമത്തി മഅ ദാലിക മഹ്ജൂബുൻ അൻ റുഅയതി റബ്ബിഹിം വ ഖാലിഖിഹിം, അവർ അവരുടെ രക്ഷിതാക്ക് തങ്ങളുടെ രക്ഷിതാവിനെ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുവാനുള്ള അവസരം അവിടെ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും, അവർക്കിടയിൽ മറയിടപ്പെടുന്നതായിരിക്കും എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഷാഫി റഹ്മഹുല്ല പറയുന്നതായിക്കൊണ്ട് ഇമാം തബരി അദ്ദേഹം പറയുകയാണ്, ഇമാം ഷാഫി റഹ്മഹുല്ല പറയുകയാണ്, ഫിഹാദിഹിൽ ആയ, ഈ വചനത്തിൽ ദലീലും ഒരു തെളിവുണ്ട്, അലാ അന്നൽ മുഅ്മിനീന യറൗനഹു അസ്സ വജൽ യൗമഇദിൻ, അന്നേ ദിവസം മുഅ്മിനീങ്ങളായുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുവാൻ കഴിയുമെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഇത്തരത്തിൽ ഇമാം ഷാഫി റഹ്മഹുല്ല പറയുന്നത് സൂറത്തുൽ ഖിയാമയിലെ 22, 23 വചനങ്ങൾ തെളിവാക്കിക്കൊണ്ടാണ്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്ന വചനം കൊണ്ടാണ് ഇമാം ഷാഫി റഹ്മഹുല്ല ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത്. അഥവാ ചില മുഖങ്ങൾ അന്നേ ദിവസം പ്രശോഭിതമായിരിക്കും, തൻ്റെ റബ്ബിങ്കലേക്ക് അത് നോക്കി നിൽക്കുന്നതായിരിക്കും എന്നർത്ഥം വരുന്ന ഈ വചനമാണ് അതിൻ്റെ തെളിവ് എന്നാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ എന്ന് പറഞ്ഞാൽ ഐ ഹക്കൻ ഇന്നഹും അൻ റബ്ബിഹിം ലമഹ്ജൂബൂൻ, സത്യമായും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ മറവെക്കുന്നതായിരിക്കും, തങ്ങളുടെ റബ്ബിനെ കാണുവാൻ അവർക്ക് അന്നേ ദിവസം കഴിയുകയില്ല, യൗമുൽ ഖിയാമയിൽ അതിനവർക്ക് സാധിക്കുകയില്ല എന്നാണ്. ഫഇന്നഹും യുഹ്ജബൂന അൻ റുഅയത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നതിൽ നിന്നും അവർ മറയിടപ്പെടുന്നവരായിരിക്കും. കമാ ഹുജിബു അൻ റുഅയതി ശരീഅതിഹി വ ആയാതിഹി, അഥവാ ദുനിയാവിൽ അവർ അല്ലാഹുവിൻ്റെ നിയമങ്ങളെ കാണാതെ മറയിട്ട് നടന്നതുപോലെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും കാണാത്ത മട്ടിൽ മറയിടുന്നതായിരിക്കും എന്നാണ്. ഫറഔ അന്നഹ അസാത്തിറുൽ അവ്വലീൻ, ഇന്നേ ദിവസം അവർ അത് വിശുദ്ധ ഖുർആനിനെ അസാത്തിറുൽ അവ്വലീനാണെന്ന് പറഞ്ഞ് നിഷേധിച്ച് തള്ളി, അതിൻ്റെ മതനിയമങ്ങൾ സ്വീകരിക്കാതെ അത് കാണാത്ത മട്ടിൽ അവർ ജീവിച്ചു നീങ്ങി എന്നുള്ളതാണ്. അതേ രീതിയിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അപമാനിക്കുന്നതായിരിക്കും, അവർക്ക് മറുപടി കൊടുക്കുന്നതായിരിക്കും എന്നാണ്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുകയാണ്, വബിഹാദിഹിൽ ആയ ഇസ്തദല്ല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അലാ സുബൂതി റുഅയത്തില്ലാഹി അസ്സ വജൽ, ഈ വചനങ്ങൾ സുബ്ഹാനഹു വ തആലയെ വിശ്വാസികൾ കാണും എന്ന വിഷയത്തിൽ ഈ വചനം തെളിവാക്കിക്കൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് അത് തെളിവാക്കുന്നതെന്ന് നോക്കാം. വജ്ഹുൽ ദലാല ദാഹിറൻ, അഥവാ അതിൻ്റെ തെളിവാക്കുന്ന രൂപം വളരെ വ്യക്തമാണ്. ഒന്നാമത്തേത് ഫഇന്നഹു മാ ഹജബഹ ഉലൈ ഫി ഹാലി സഖ്ത് ഇല്ലാ വഖദ് മക്കന ലിൽ അബ്റാരി മിൻ റുഅയതിഹി തആല ഫി ഹാദി റിള, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കുഫാറുകളായുള്ള അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിച്ച് അള്ളാഹുവിൽ പങ്കു ചേർത്ത് ജീവിച്ച വ്യക്തികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കാണിക്കുവാനുള്ള അവസരം നിഷേധിക്കുമെന്നാണ് സ്വാഭാവികമായും. അപ്പോൾ അതിൻ്റെ മറുവശം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ നടത്തി അള്ളാഹുവിൻ്റെ ശരീഅത്ത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തിയെ പരിഗണിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുവാനുള്ള അവസരം അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഫഇദാ കാന ഹഉലാഇൽ മഹ്ജൂബീന
മഹ്ജൂബീൻ. അഥവാ ഈ ആയത്തിൽ അള്ളാഹുബാദികളായുള്ള ആളുകൾക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളായുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ കഴിയും എന്നതിന്റെ വിപരീതാർത്ഥത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ ഒരു വശം നോക്കുകയാണെങ്കിൽ വലൗ കാനൽ ഹജ്ബു ലികുല്ലിൻ മിൻഹും ലം യകുൻ ലിതഖ്സീസിഹി ബിൽ ഫുജ്ജാർ ഫായിദത്തുൻ ഇത്ലാഖൻ. അഥവാ നിരുപാധികം ആ ഒരു വചനം നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുവാൻ കഴിയില്ല എന്നായിരുന്നുവെങ്കിൽ ഇവിടെ കുഫാറുകളായുള്ള ആളുകളെ അല്ലെങ്കിൽ ഫുജ്ജാറുകളായുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ അവരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്ന പ്രവൃത്തി മറയിടപ്പെട്ടതായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം മുഅ്മിനീങ്ങളായുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുവാൻ അവസരമുണ്ടായിരിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വചനത്തിൽ നിന്നും ഈ മൂന്ന് വശങ്ങളിലൂടെയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് മുഅ്മിനീങ്ങൾ കാണും എന്ന വിഷയം സ്ഥിരപ്പെടുത്തുവാൻ കഴിയുമെന്ന് സാരം. മാത്രമല്ല അതിൻ്റെ എല്ലാം അപ്പുറത്തെ കൃത്യമായ തെളിവുകൾ ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും വന്നിട്ടുണ്ട് എന്നുള്ളതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുകയില്ല എന്ന വാദം അല്ലെങ്കിൽ മനുഷ്യർക്ക് അള്ളാഹിനെ കാണുവാൻ പരലോകത്തും സാധിക്കുകയില്ല എന്ന വാദം തീർത്തും നിരർത്ഥകമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കുവാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അസ്സ വജൽ സാബിതത്തുൻ ബിൽ കിതാബി വ മുതവാതിറ സുന്ന വ ഇജ്മാഇ സ്വഹാബത്തി വൽ അഇമ്മ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും എന്നുള്ള വിഷയം അത് വിശുദ്ധ ഖുർആനിലൂടെയും മുതവാതിറായുള്ള സുന്നത്തുകളിലൂടെയും പ്രവാചകന്റെ ഹദീസുകളിലൂടെയും സ്ഥിരമാക്കപ്പെട്ട കാര്യമാണ്. വ ഇജ്മാഇ സ്വഹാബത്തി വൽ അഇമ്മ, സ്വഹാബത്തിന്റെയും അതേപോലെ തന്നെ ഇമാമുമാരുടെയും ഇജ്മാഉം നമുക്ക് ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ലാ ഇഷ്കാല ഫി ഹാദാ അന്നഹു തആല യുറാ ഹക്കൻ ബിൽ ഐൻ, മനുഷ്യരായുള്ള നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അള്ളാഹുവിനെ കാണുവാനുള്ള അവസരം ഉണ്ടാക്കി തരുമെന്നത് ഇതിൽ നിന്നും സ്ഥാപിതമായുള്ള കാര്യമാണ്. അതിൽ യാതൊരു ഇഷ്കാലും ഉണ്ടായിരിക്കേണ്ടതില്ല, സംശയം ഉണ്ടായിരിക്കേണ്ടതില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്കതിൻ്റെ തെളിവ് കാണുവാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച വചനം സൂറത്തുൽ ഖിയാമയിലെ 22-23 ആയത്തുകൾ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അവിടെ വ്യക്തമായി കൊണ്ട് അല്ലാഹു പറഞ്ഞു, ചില മുഖങ്ങൾ അന്ന് പ്രശോഭിതമായിരിക്കും, തൻ്റെ റബ്ബിങ്കിലേക്ക് അവർ നോക്കുന്നതായിരിക്കും എന്ന്. അപ്പൊ നാദിറത്തുൻ എന്നതിൽ നിന്നും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 26-ാമത്തെ വചനം ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ. അഥവാ നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് സിയാദത്തുണ്ടായിരിക്കുമെന്ന്, അധികരിപ്പുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. എന്താണ് ആ അധികരിപ്പ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, അസിയാദത ബിഅന്നഹാ അന്നദർ ഇലാ വജ്ഹില്ലാ. സിയാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നോക്കുക അല്ലെങ്കിൽ അല്ലാഹുവിനെ കാണുക എന്നതാണ്. റുഅയത്തുള്ളയാണ് അവിടെ സ്ഥിരം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്ന പ്രവൃത്തിയാണ് സിയാദത്ത് എന്നതുകൊണ്ട് ഈ വചനം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്നാണ്. സൂറത്തുൽ ഖാഫിലെ 35-ാമത്തെ വചനത്തിലും ഇതേപോലെ സിയാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശം നടത്തുന്നുണ്ട്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവർക്ക് അവർ ഉദ്ദേശിക്കുന്നതെല്ലാം തന്നെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗക്കാരെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണ്, വലദൈനാ മസീദ്, നമ്മുടെ അരികിൽ ഒരു അധികരിപ്പും അവർക്കുണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ മസീദ് എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത് ബിമഅന അസിയാദ. നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് യൂനുസിലെ 26-ാമത്തെ വചനത്തിൽ പറഞ്ഞ അതേ സിയാദത്ത് തന്നെയാണ് ഇവിടെയും അർത്ഥമാക്കപ്പെടുന്നത് എന്നാണ്. അപ്പൊ ഈ വചനങ്ങളെല്ലാം റുഅയത്തുള്ളയെ സ്ഥിരപ്പെടുത്തുന്ന തെളിവുകളായിക്കൊണ്ട് നമുക്ക് സ്വീകരിക്കാം. അതേപോലെ മറ്റൊരു വചനം കൂടി നമുക്ക് നോക്കാം. സൂറത്തുൽ അൻആമിലെ 103-ാമത്തെ വചനമാണ്. ഈ വചനം യഥാർത്ഥത്തിൽ റുഅയത്തുള്ളയെ നിഷേധിക്കുന്ന ആളുകൾ കൂടി ഉദ്ധരിക്കുന്ന വചനമാണ്. നമുക്ക് നോക്കാം. ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ. ആയത്തിന്റെ അർത്ഥം കണ്ണുകൾക്ക് അല്ലെങ്കിൽ കാഴ്ചകൾക്ക് അവനെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, അവൻ കാഴ്ചകളെ കണ്ടെത്തുന്നവനാണ് എന്നാണ്. പ്രകടമായ രീതിയിൽ മറ്റുള്ള ഹദീസുകളോ ആയത്തുകളോ ഒന്നും സ്വീകരിക്കാതെ നേരിട്ട് ഈ വചനം വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കാണാൻ കഴിയുകയില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ ഫഇന്ന നഫിയൽ ഇദ്റാകി യദുല്ലു അലാ സുബൂതി അസ്ലിർ റുഅയ. യഥാർത്ഥത്തിൽ ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ലാ തുദ്രികുൽ അബ്സാർ എന്നാണ്. അഥവാ കാഴ്ചകൾക്ക് അവനെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുവാൻ സാധിക്കുകയില്ല എന്നവിടെ പറഞ്ഞിട്ടില്ല, മറിച്ച് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ.
അപ്പൊ അള്ളാഹിനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയില്ല, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്ത് കാണുവാൻ കഴിയും എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് വലിഹാദാ കാനത് ഹാദിഹിൽ ആയ മിമ്മസ്തദല്ല ബിഹി സലഫു അൻ റുഅയത്തില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണും എന്ന് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി സലഫുകൾ ഈ വചനം പ്രത്യേകം തെളിവാക്കി എടുത്തു പറഞ്ഞു തന്നുകൊണ്ട് പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ വസ്തദല്ല ബിഹിൽ ഖലഫു അലാ അദ്മി റുഅയത്തില്ലാ, അള്ളാഹിനെ കാണുകയില്ല എന്ന് സ്ഥാപിക്കുവാനും ചില ആളുകൾ ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും ഈ വചനം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ വലാ ശക്ക അന്നൽ ആയ ദലീലുൻ അലൈഹിം, ഇത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മറുപടി തന്നെയാണ് ഈ വചനമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. കാരണം ലിഅന്നല്ലാഹ ലം യൻഫി ബിർറുഹിയ, ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയില്ല എന്ന് ഈ വചനത്തിൽ പറഞ്ഞിട്ടില്ല. വ ഇന്നമാ നഫൽ ഇദ്റാഖ്, കാഴ്ചകൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. വനഫിയുൽ ഇദ്റാഖ് യദുല്ലു അലാ സുബൂതി അസ്ലിർ റുഅയ, അപ്പൊ അടിസ്ഥാനപരമായി കാണുവാൻ കഴിയും എന്ന് തന്നെ ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കാഴ്ചകൾക്ക് സ്വന്തമായി കണ്ടെത്തി കാണുവാൻ കഴിയുകയില്ല എന്ന് അവിടെ വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. ഫൽഹാസിലു അന്നൽ ഖുർആൻ ദല്ല അലാ സുബൂതി റുഅയത്തില്ലാഹി അസ്സ വജൽ ഹഖ്ഖൻ ബിൽ ഐൻ. അപ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുകളും ശേഷം ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസുകളുമെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ പരലോകത്ത് വിശ്വാസികളായുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കാണുവാൻ കഴിയുമെന്ന് തന്നെ അതിലൂടെ നമുക്ക് സ്ഥിരപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. നോക്കാം, അദ്ദേഹം ശേഷം ഹദീസുകൾ ഉദ്ധരിക്കും. ചില ഹദീസുകൾ ചുവട്ടിൽ ഉദ്ധരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. വകദാലിക ജാഅത്തി സുന്ന ബിദാലിക സ്വരീഹത്തൻ, വ്യക്തമായി കൊണ്ട് തന്നെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരാമർശിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണാം. അല്ലാഹു റസൂൽ പറയുകയാണ്, ഇന്നക്കും സതറൗന റബ്ബക്കും അയ്യാനൻ, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നേരിട്ട് കണ്ണാൽ തന്നെ കാണുന്നതാണ്. അയ്യാനൻ, കണ്ണാൽ തന്നെ കാണുന്നതാണ്. കമാ തറൗന ശംസ സഹ്വൻ ലൈസ ദൂനഹാ ഹിജാബ്, സഹാബ്, ഇല്ലാത്ത മേഘപടലങ്ങളില്ലാത്ത സന്ദർഭത്തിൽ സൂര്യനെ നോക്കി കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണുവാൻ സാധിക്കുമെന്നാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹാണ്. അതേപോലെ തന്നെ ഇനി ശേഷം റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി ലാ തുലാമൂന ഫീ റുഅയതിഹി, അഥവാ ഒരു പൗർണമി രാവിൽ ചന്ദ്രനെ നോക്കിക്കാണുമ്പോൾ എത്ര വ്യക്തമായി കൊണ്ടാണോ നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുന്നത്, അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പരലോകത്ത് നോക്കിക്കാണുന്നതാണ്, അത് കാണുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് എന്ന് ഹദീസിൽ നമുക്ക് വ്യക്തമായി കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കുന്നതാണ്. സ്വഹീഹായ ഹദീസുകളാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ ഈ വിഷയത്തിൽ ഉള്ളതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെ നിഷേധിക്കുവാൻ യാതൊരു രീതിയിലുമുള്ള പഴുതും ഇല്ല എന്ന് ഈ തെളിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അത് ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ, അല്ലാഹനെ കാണാൻ കഴിയുകയില്ല, പരലോകത്ത് അതിനുള്ള അവസരം ഉണ്ടാവുകയില്ല എന്ന് സ്ഥാപിക്കുവാൻ കൊണ്ടുവരുന്ന ഹദീസുകളും ആയത്തുകളും തന്നെ അത് വ്യക്തമായി ഒന്നുകൂടി വായിച്ചു നോക്കുകയാണെങ്കിൽ അത് അവർക്കുള്ള മറുപടി തന്നെയാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. അപ്പൊ ഈ ഹദീസുകളും ആയത്തുകളും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണ് വഖദ് ആമന ബിദാലിക സ്വഹാബ റളിയല്ലാഹു അൻഹും വത്താബിഊന ലഹും ബിഇഹ്സാൻ മിൻ സലഫി ഹാദിഹിൽ ഉമ്മത്തി വഇമ്മത്തിഹ, ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരും ഇമാമുമാരുമായുള്ള സ്വഹാബത്തും താബിഈകളും എല്ലാം മനസ്സിലാക്കിയത് ഇതേ രീതിയിൽ തന്നെയാണ്. വഅൻകറ ദാലിക മൻ ഹുജിബത് ഉഖൂലുഹും വഖുലൂബുഹും അനിൽ ഹഖ്, സത്യത്തിൽ നിന്നും മറയിടപ്പെട്ട ഈ വചനത്തിൽ തന്നെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലായാൽ തന്നെ അത് സ്വീകരിക്കുവാനും അവർക്ക് കഴിയുകയില്ല എന്നാണ്. അവർ അവരുടെ വാദം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. ഇന്നല്ലാഹ ലാ യുംകിനു അൻ യുറാ ബിൽ ഐൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരലോകത്തെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല എന്നതവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നാണ്. വ്യാഖ്യാനം ചെയ്യുകയും ചെയ്യും. ഈദമായി വരുമ്പോൾ അത് വീണ്ടും ദുർവ്യാഖ്യാനം ചെയ്യുവാൻ അവർ മുതിരുമെന്നാണ്. വഇന്നൽ മുറാദ് ബിർറുഅയ ഫിൽ ആയാത്ത് ഹിയ റുഅയത്തുൽ ഖൽബ്, ഈ ആയത്തുകളിലെല്ലാം പരാമർശിച്ചിട്ടുള്ള ഈ ഹദീസുകളിലെല്ലാം പരാമർശിച്ചിട്ടുള്ള റുഅയത്തി എന്ന പദം അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്, അത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല എന്നവർ വീണ്ടും വീണ്ടും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് കൂടുതൽ തെറ്റുകളിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്യുക. വിശ്വാസികൾ എന്നുള്ള നിലക്ക് അഹ്ലുസുന്നയുടെ കൃത്യമായുള്ള വിശ്വാസം നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. വലാ ശക്ക അന്ന ഹാദാ ഖൗലുൻ ബാത്തിൽ, ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ തീർത്തും നിരർത്ഥകമാണ് എന്ന് നമുക്ക് വ്യക്തമായ ഖുർആനിക സുന്നത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്.
പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.